എല്ലാവർക്കും ത്രീ കിങ്സിന്റെ ഒരു LSS മലയാളം വീഡിയോയിലേക്ക് സ്വാഗതം. യൂണിറ്റ് 4 രസിതം. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് ബാലസാഹിത്യ കൃതിയിൽ നിന്നെടുത്തതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി ജോൺ കുന്നപ്പള്ളിയുടെ തെയ്തൈ എന്ന ബാലസാഹിത്യ കൃതിയിൽ നിന്നും എടുത്തതാണ്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ആര്? വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ. നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നവഭാരത ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് നവഭാരത ശില്പി. നാമങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന നാമം ഏതാണ്? നാമങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന നാമം സർവനാമം. സർവനാമം. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധൻ. ശ്രീബുദ്ധൻ. ബീർബലിന്റെ ജനനം ഏത് നദിക്കരയുടെ സമീപത്താണ്? ബീർബലിന്റെ ജനനം യമുന നദിക്കരയുടെ തീരത്താണ്. യമുന നദിക്കരയുടെ തീരത്ത്. വള്ളംകളി എന്നത് ഏതു തരത്തിലുള്ള വിനോദമാണ്? വള്ളംകളി എന്നത് കായിക വിനോദമാണ്. കായിക വിനോദം. മഹാഭാരത കഥയിൽ അന്ധനായ ധൃതരാഷ്ട്രർക്ക് യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ വിവരിച്ചു കൊടുത്തിരുന്നത് ആരായിരുന്നു? മന്ത്രിയായിരുന്ന സഞ്ജയൻ. മന്ത്രിയായിരുന്ന സഞ്ജയൻ. വഞ്ചിപ്പാട്ടിന്റെ വൃത്തം ഏതാണ്? വഞ്ചിപ്പാട്ടിന്റെ വൃത്തം നദോന്നത. ആദ്യ നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ ഏത്? ആദ്യ നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ നടുഭാഗം ചുണ്ടൻ. നടുഭാഗം ചുണ്ടൻ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ വെച്ചാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നമട കായലിൽ വെച്ചാണ്. പുന്നമട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. മൂക്ക് 3 നാക്ക് 4 നടക്കും കാല് 10. ഈ കടങ്കഥയുടെ ഉത്തരം? കാളപൂട്ടൽ. കാളപൂട്ടൽ. ബീർബലിന്റെ ആദ്യത്തെ പേര് എന്താണ്? ബീർബലിന്റെ ആദ്യത്തെ പേര് മഹേഷ് ദാസ്. മഹേഷ് ദാസ്. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ 9 മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? നവരത്നങ്ങൾ. നവരത്നങ്ങൾ. ചുണ്ടൻ വള്ളങ്ങളുടെ ആകൃതി സർപ്പാകൃതി. സർപ്പാകൃതി. ഇന്ത്യയുടെ പൂങ്കുയിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഇന്ത്യയുടെ പൂങ്കുയിൽ ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ പൂങ്കുയിൽ ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്നത് ആര്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. മഹേഷ് ദാസിന് ബീർബൽ എന്ന പേര് നൽകിയത് ആര്? മഹേഷ് ദാസിന് ബീർബൽ എന്ന പേര് നൽകിയത് അക്ബർ ചക്രവർത്തി. തെയ്തൈ എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് ആര്? ജോൺ കുന്നപ്പള്ളി. ജോൺ കുന്നപ്പള്ളി. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പാട്ടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വഞ്ചിപ്പാട്ട്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ വഞ്ചിപ്പാട്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏതു മാസത്തിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച. ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഇതാരുടെ വരികൾ? ഒളപ്പമണ്ണ. ഒളപ്പമണ്ണയുടെ വരികൾ. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകീരഴും. ആരുടെ വരികളാണ്? ഏതിൽ നിന്നും എടുത്തതാണ്? കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നെടുത്ത വരികളാണ്. എഴുതിയത് രാമപുരത്ത് വാര്യർ. നാടൻ കളികളും വിനോദങ്ങളും എഴുതിയത് ആര്? നാടൻ കളികളും വിനോദങ്ങളും MV വിഷ്ണു നമ്പൂതിരി. MV വിഷ്ണു നമ്പൂതിരി. ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള പമ്പാ നദിയിൽ. കാട് വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെള്ളം കണ്ടു. കടങ്കഥയുടെ ഉത്തരം തേങ്ങ. കാട് വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെള്ളം കണ്ടു. ഈ കടങ്കഥയുടെ ഉത്തരം തേങ്ങ. തേങ്ങ. അകലെ കണ്ണും നട്ട് എന്ന പ്രയോഗത്തിന്റെ ആശയം? ദൂരേക്ക് നോക്കി. അകലെ കണ്ണും നട്ട് ദൂരേക്ക് നോക്കി എന്നാണ് ആശയം. വിപരീത പദം ചോദ്യം ഉത്തരം. ശ്രദ്ധ അശ്രദ്ധ.
ഭാഗ്യവാൻ നിർഭാഗ്യവാൻ, വിൽക്കുക വാങ്ങുക, ഏകം അനേകം, ഒറ്റപ്പദമാക്കുക. ബുദ്ധിയുള്ള ആൾ ബുദ്ധിമാൻ, ബുദ്ധിയുള്ളയാൾ ബുദ്ധിമാൻ. ധനമുള്ളയാൾ ധനവാൻ, ദാരിദ്ര്യമുള്ളയാൾ ദരിദ്രൻ, ദരിദ്രൻ. കൃഷി ചെയ്യുന്നയാൾ കർഷകൻ, ആരോഗ്യമുള്ളയാൾ ആരോഗ്യവാൻ. ദയയുള്ളയാൾ ദയാലു, പാണ്ഡിത്യമുള്ളയാൾ പണ്ഡിതൻ, പണ്ഡിതൻ. പിരിച്ചെഴുതുക. ചക്കക്കുരു, ചക്ക അധികം കുരു. നീലമല, നീല അധികം മല. എത്തിപ്പോയി, എത്തി അധികം പോയി. തുള്ളി അണഞ്ഞു, തുള്ളി അധികം അണഞ്ഞു. അർത്ഥം: നൗക വള്ളം തോണി, തരംഗം ഓളം, ആരവം ശബ്ദം, നാന്ദി കുറിക്കുക തുടക്കം കുറിക്കുക. മുഖരിതം മുഴങ്ങുന്ന, അക്ഷമരാവുക ക്ഷമയില്ലാത്തവരാകുക.